അപ്പോൾ നമ്മളങ്ങനെ ആതിരപ്പള്ളിക്ക് പോവാണ്. ആതിരപ്പള്ളി അല്ല, വാൽപ്പാറയ്ക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാൽപ്പാറയ്ക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം രാവിലെ പുലർച്ചയ്ക്ക് ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന്. അതായത് 1:30 ഇറങ്ങിയതാണ്. അപ്പോൾ 1:30 ഇറങ്ങി നമ്മൾ വരുന്ന വയ്ക്കാൻ തൃശ്ശൂർ കയറി. തൃശ്ശൂർ പേരാമംഗലം പോയി രാമനെ കണ്ട് എന്നിട്ടാണ് നമ്മളിപ്പോൾ ഏകദേശം ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ ആതിരപ്പള്ളിയിലേക്ക് പോയിരുന്ന റൂട്ടാണിത്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വഴിയിലിപ്പോൾ നിർത്തിയപ്പോൾ നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ക്ലിയറായിട്ട് വീഡിയോ എടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ഡ്രസ്സ് മാറ്റുകയാണ്. പിന്നെ ഞാൻ വന്ന വണ്ടി ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആതിരപ്പള്ളിക്ക് പോകണോ? ആതിരപ്പള്ളി പോയി മലക്കപ്പാറ, വാൽപ്പാറ അവിടെ സ്റ്റേ. പിന്നെ രാവിലെ പൊള്ളാച്ചി വഴി ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ട്. അതായത് രാവിലെ പുലർച്ചയ്ക്ക് വന്നതിൻ്റെ പേരാമംഗലം പോയതും ആനേനെ കണ്ടതും അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട്. അതൊക്കെ കണ്ടു വരുമ്പോഴത്തേക്കും നമുക്ക് നേരെ വാൽപ്പാറ ആതിരപ്പള്ളി പിടിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രാമനെ കാണാൻ വേണ്ടി വന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് രാമനെ കാണുന്നത്, അതും പേരാമംഗലം തറവാട്ടിൽ വന്നിട്ട്. അത് ദേവിദാസൻ്റെ, അറിയുന്നവർക്ക് അറിയായിരിക്കും, ആനേനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയായിരിക്കും. അത് ദേവിദാസൻ്റെയും ഇത് രാമൻ്റെയും. അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ആനേനെ കണ്ട് കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർ പിടിക്കുക. തൃശ്ശൂരിൽ നിന്ന് ചായ കുടിക്കുക. അവിടുന്ന് ഡയറക്റ്റ് അതിരപ്പള്ളി. ഓക്കെ. അപ്പോൾ അതിരപ്പള്ളി തിരിയാം. ഓക്കെ. നമ്മളങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ്. നല്ല വെള്ളമുണ്ട് ഇന്ന്. നല്ല ചാറ്റലും ഉണ്ട്. കിഡിന്. പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. കരളിലെ വരമുരളിയിലൊരു തരളിതലയരാഗം, അതിലൊരു ശ്രുതിയാകുന്നുവോ? കുളിരെഴുമൊരു മുകിലൊരുകിയ മഴ തൊടുമതിലോലം മനസ്സിലെ അനുരാഗങ്ങളിൽ. ആരാരോ നീയാരോ അഴകേ, മിന്നാതെ മിന്നും നീലവാൻ കാതോരം തേനോരും ഈണങ്ങൾ അപ്പോൾ നമ്മളങ്ങനെ അതിരപ്പള്ളിയിൽ നിന്ന് നേരെ മലക്കപ്പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് കിടിലൻ ആനക്കൂട്ടം. അതായത് കുറേ ആനകളുണ്ടായിരുന്നു. ഒരു കൊമ്പനാനയും പിന്നെ കുറേ പിടിയാനിയും ഉണ്ട്. ഒരു 5-6 പിടിയാനിയും ചെറിയൊരു കുട്ടി ആനയും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതും കണ്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് അതിരപ്പള്ളി ടു മലക്കപ്പാറയാണ്. മലക്കപ്പാറയിൽ നിന്നാണ് വാൽപ്പാറയ്ക്ക് പോകുന്നത്. അതായത് ഇതൊക്കെ ഓരോരോ ചെക്ക് പോസ്റ്റാണ്. അതായത് ഫസ്റ്റ് നമ്മൾ അതിരപ്പള്ളി കയറുന്നു. അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറ, മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ, പിന്നെ വരുന്ന വഴി പൊള്ളാച്ചി വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം നമ്മൾ അങ്ങനെ അതിരപ്പള്ളിയിൽ നേരെ ഫോറസ്റ്റിൽ കൂടെ കയറി കുറേ കാഴ്ചകളും കണ്ട് നമ്മളങ്ങനെ മലക്കപ്പാറ എത്തിയിട്ടുണ്ട്. അതായത് മലക്കപ്പാറ കയറാൻ വേണ്ടി പോവാണ് ഫോറസ്റ്റ് റേഞ്ച്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് മലക്കപ്പാറ. അപ്പോൾ അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ അങ്ങനെയാണ് പോകുന്നത് നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഈ ഫോറസ്റ്റ് റേഞ്ചിൽ പോവാം. ഇവിടെ നല്ലതായിട്ടുള്ള എന്തെങ്കിലും ആനിമൽസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വാൽപ്പാറ പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അതിരപ്പള്ളിയും കഴിഞ്ഞ് മലക്കപ്പാറയും കഴിഞ്ഞ് നമ്മൾ നേരെ വാൽപ്പാറ ചെക്ക് പോസ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അടിപൊളി തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളെടുത്ത റൂമിൻ്റെ അവിടുത്തതും തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കുറേ മുന്നേ പോയതാണ്. അതായത് 1 മാസം മുന്നേ പോയതാണ് ഈ വീഡിയോ. പിന്നെ ഒരു ചെറിയൊരു അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാത്തത്.
അതാണ് ഞാൻ ഇത്രയും ലാഗാക്കിയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ കിടിലൻ സ്ഥലമാണ് എന്തായാലും വാൽപ്പാറ, കാണാൻ പറ്റി കിടിലൻ കാഴ്ചകളുണ്ട്. പിന്നെ അവിടെ കുറേ കുന്നും മലകളും ഉണ്ട്, പോകാൻ മറക്കരുത്. അപ്പോൾ കുറേ വീഡിയോസ് കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഓക്കെ, അപ്പോൾ ബാക്കി കാണാം. അപ്പോൾ പക്ഷേ നമ്മളങ്ങനെ ഇന്നലെ വാൽപ്പാറ എത്തിയാണ് രാത്രി. അപ്പോൾ മൊത്തം തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇന്നലെ പിന്നെ എവിടെ പോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളെ എടുത്ത റൂമാണിത്. ഇവിടെ ഇതാണ് നമ്മളെ റൂം. ദിസ് ഈസ് അവർ റൂം ഗൈസ്. അപ്പം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കുമ്പോൾ റോട്ടിൽ കൂടെ പോകുന്ന കാഴ്ച വലിയ കായ കാണാൻ ഇവിടെ തന്നെ. അപ്പോൾ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചായ പോയി കുടിക്കുക. ഫസ്റ്റ് ഒരു കാലി അടിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും മാറ്റി കഴിഞ്ഞില്ല. അപ്പോൾ ഞാനും അപ്പം കൂടി പോയിട്ട് ചായ കുടിച്ചിട്ട് വരാം. അപ്പം അങ്ങനെ നടന്ന് പോവാണ് ചായ കുടിക്കാൻ വേണ്ടി. വളിയാണോ പറയാ? പിന്നെ തമാശകൾ കിട്ടോ ഇവിടെ വളിന്ന് അറിയാ? അങ്ങനെ പറയല്ലേ, കിടില സ്ഥലമാണ്. ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇവിടെ വന്നിട്ട് ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഹെൽമെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ട്രാൻസ്പോർട്ട് ബസ് കൊടുത്തേ യാത്രക്കാർ. അപ്പം ഇനിയിപ്പോൾ ചായപ്പീടിയിൽ പോട്ടെ. ചായപ്പീടിയിൽ എത്തിയാണ്. അപ്പം അങ്ങനെ ചായപ്പീടിയിലെത്തി. ഇനിയിപ്പോൾ ചായ പറയട്ടെ. പരിപാടി നടക്കാം. ഇവിടെ നമ്മളെ തലപതി വിജയാണ് ഒരാള്. അപ്പൊ അവിടെ പാർട്ടീന്റെ വണ്ടിയാണ്. ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞില്ല. അവിടെ 24-ാം തീയതി ഇലക്ഷൻ, ഏപ്രിൽ 24-ാം തീയതി നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ അപ്പോൾ എനിക്കെന്തായാലും ഈ വർക്കി വേണം. വർക്കി ഇത് തമിഴ്നാട് മാത്രം കിട്ടുന്ന സാധനമാണ്. അത് വേണം. അപ്പൂന് പിന്നെ ചോക്ലേറ്റ് ആണ് വേണ്ടത്. അപ്പം നമുക്കിത് വാങ്ങിയിട്ട് കാണാം. റോസ്റ്റഡോ ഇതോ വാങ്ങാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ആ വീട് മിസ്സായിപ്പോയി കയ്യിൽ നിന്ന്. ഞാൻ വർക്കും വാങ്ങി, പിന്നെ അപ്പോൾ ചോക്ലേറ്റും വാങ്ങി, പിന്നെ ബാക്കിയുള്ളവരൊക്കെ സാധനം വാങ്ങി. അപ്പം നമ്മളിനി പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പോകുന്നത് പൊള്ളാച്ചിയാണ്. പൊള്ളാച്ചി അതായത് നമ്മൾ ഇപ്പോൾ പോകുന്നത് അണ്ണാമല ടൈഗർ റിസർവ് കൂടിയാണ്. നല്ല സ്ഥലമാണ്. ഫോറസ്റ്റൊക്കെ വണ്ടിയൊക്കെ വരുമായിരിക്കും. ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ പൊള്ളാച്ചി കാണിച്ചതാണ്. ഇവിടെ വെച്ച് കാണാൻ പറ്റുള്ളൂ. വന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിനി നേരെ പോകാൻ പോകുന്നത് ഒരു ഡാമിലേക്കാണ്, പൊള്ളാച്ചി ഡാമിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി, അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി നേരെ പോവുകയാണ്. അപ്പോൾ കിടിലൻ വഴികളാണ് കണ്ടത്. തേയിലത്തോട്ടം, എസ്റ്റേറ്റ്, ചോക്ലേറ്റിൻ്റെ ഫാക്ടറി, അങ്ങനത്തെ ഓരോന്നും കണ്ട്. തേയിലേൻ്റെ ഫാക്ടറി ഇതൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ കാണാൻ കുറേ കാഴ്ചകളുണ്ട്. അവിടേക്കൊന്നും പോയിട്ടില്ല, സമയമില്ലാത്തതിനെ കൊണ്ട്. പിന്നെ പോകുന്ന വഴിക്കത്തെ കിടിലൻ കാഴ്ചകളും കണ്ട് മെല്ലെ യാത്ര ചെയ്ത് നേരെ പോകുന്ന പൊള്ളാച്ചി. അത് കഴിഞ്ഞാൽ നേരെ കോയമ്പത്തൂർ ആദിയോഗിയിലേക്കാണ് പോകുന്നത്. നമ്മളെ ശിവൻ്റെ സ്റ്റാച്ചു ഇല്ല, ആദിയോഗിയുടെ, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്തത് പോകുന്നത്. അവിടേക്ക് ആരും പോയിട്ടില്ല. അപ്പോൾ ഒന്ന് അവിടേക്ക് പോകണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി അങ്ങോട്ടേക്കാണ്. ഇനി പൊള്ളാച്ചി ടു കോയമ്പത്തൂരാണ് അടുത്ത് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. 9-ാം വളവിലെ കാഴ്ച. പൊള്ളാച്ചിയിലേക്ക് പോകുന്ന അണ്ണാതുരൈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിലുള്ള കാഴ്ചയാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ നേരത്തെ പറഞ്ഞ 9-ാം വളവ് എന്നല്ല, 8-ാം വളവാണ്. 8-ാം വളവ് പറയുമ്പോൾ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് വരുമ്പോൾ 8-ാം വളവ്. അപ്പോൾ ഇറങ്ങുമ്പോൾ 9-ാമത്തെ ഹെയർ പിന്ന്. അത് പറയുമ്പോൾ 40 വളവിൽ 32-ാമത്തെയാണ് അത്. ഇതിപ്പോൾ ക്ലിയർ 9-ാം വളവ് വെച്ച്. 9-ാം വളവിലാണ് ക്ലിയർ കാഴ്ച ഉള്ളത് ഡാമിൻ്റെ. ഇവളിപ്പോൾ ഈ മലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇതിലിങ്ങനെ ഇറങ്ങി വന്നാണ്. അപ്പോൾ ഇനി പോകേണ്ടത് അവിടേക്കാണ്.
ആ ദൂരത്തേക്ക് കാണിച്ചാൽ ഇവിടെ നിന്ന് ഇനി പോവാണ്ട് ഇനി ഈ ഭാഗത്തേക്ക് മുമ്പൊക്കെ എത്തണം. ആ വെള്ളം കാണുന്ന റോഡാണ്. അപ്പോൾ ഇനി അവിടേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് കിടിലം കാഴ്ച. ഞാൻ 2-3 ക്ലിപ്സ് കാണിച്ചു തരാം. നൂറായിരം മോഹങ്ങളിൽ മിഴിച്ചിമുന്നാരാണവൾ, കനവാകുമാരാണവൾ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ പോയി, അതായത് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി നേരെ പൊള്ളാച്ചി വഴി കോയമ്പത്തൂർ കയറി അങ്ങനെ നമ്മൾ ആജോഗിക്ക് വന്നതാണ്. ആജോഗി കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ അവിടെ ഉള്ളത്. അപ്പോൾ ശിവൻ്റെ വാഹനമായിട്ടുള്ള കാളകൾ, ഇഷ്ടംപോലെ കാളകൾ, തലയെടുപ്പുള്ള കാളയാണ്. 6 കാള, ഇഷ്ടംപോലെ കാളകളുണ്ട്. ഇനി മൊത്തം അങ്ങോട്ട് പോവാം, അവിടെയാണ് കാഴ്ചകൾ. ഗംഗാധാര ശിവ ഗംഗാധാര രാമേശ്വര ശിവ രാമേശ്വര. വല്ലാത്തൊരു പണിയായി പോയി. ഉച്ചയായി പോയി വന്നത്. നല്ല വെയില, സൂര്യൻ തലേൻ്റെ മുകളിൽ നിൽക്കുക. എച്ചാതി വെയില്. അപ്പം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ശിവൻ്റെ ബാക്കിലുള്ളത്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ഏതൊക്കെ വരുന്നുണ്ട്, മണ്ഡപമുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഇനി പോകാൻ പോണത്. കാളവണ്ടിയിലാണ് പോണത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാള വരുന്നുണ്ട്. അമ്പക്കുള്ള കാളയാണ് വരുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് കാണോ, ടിക്കറ്റിന് വേണ്ടി നിൽക്കുക. അത്ര ആരും കിട്ടിയില്ല. എല്ലാവരും നേരത്തെ പറഞ്ഞ കാളയല്ല, വെള്ള കാളയാണ്. ഇനി പോട്ടെ, കറണ്ട് കാള. ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ ഫോൺ അലോഡ് അല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ അറിയില്ല, നോക്കിയിട്ട് നമ്മൾ വന്ന വണ്ടിയാണ് കൈ. നമ്മളങ്ങനെ നമ്മളെ വാൽപ്പാറയ്ക്ക് പോയി തിരിച്ചു വന്ന് കോയമ്പത്തൂരോ നമ്മളെ വാദിയോഗിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും കാലമായിട്ട് വീഡിയോ ഇടാത്ത, കുറേ കാലമായി പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഔട്ട്ഡോർ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത്. അന്ന് രാത്രി ആയതുകൊണ്ട് എടുത്തിട്ടില്ല ഔട്ട്ഡോർ. അപ്പോൾ ഇന്നാണ് പുറത്ത് വന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ, അപ്പോഴാണ് ഇന്ന് ഔട്ട്ഡോർ എടുക്കുന്നത്. അപ്പോൾ അത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.